എല്ലാവർക്കും V2 PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പറയുന്നത് ഇന്ത്യൻ ഭൂപ്രകൃതി എന്ന ഭാഗത്തെക്കുറിച്ചാണ്. ഇന്ത്യൻ ഭൂപ്രകൃതിയിലെ ഈ പശ്ചിമഘട്ടത്തെക്കുറിച്ചും പൂർവ്വഘട്ടത്തെക്കുറിച്ചുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പറയുന്നത്. അപ്പോൾ PSCയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ് ഈ പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും. അത് ഈ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ കൊടുമുടി, പിന്നെ അവിടുത്തെ ഏറ്റവും വലിയ ചുരം, അങ്ങനെ പശ്ചിമഘട്ടത്തെക്കുറിച്ചും പൂർവ്വഘട്ടത്തെക്കുറിച്ചും ഒരുപാട് ക്വസ്റ്റ്യൻസ് PSC ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഈ പശ്ചിമഘട്ടത്തെയും പൂർവ്വഘട്ടത്തെക്കുറിച്ചും പഠിക്കാം. താപ്തി നദീമുഖം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്ന പർവ്വതനിരയാണ് പശ്ചിമഘട്ടം. അപ്പോൾ പശ്ചിമഘട്ടത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ സ്ഥാനം പറയുന്നത് താപ്തി നദീമുഖം മുതൽ കന്യാകുമാരി വരെയാണ്. അത് ഞാനിവിടെ കൊടുത്ത പിക്ചറിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വെസ്റ്റേൺ ഘട്ട് എന്ന് എഴുതിയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പശ്ചിമഘട്ടത്തിൻ്റെ മൊത്തം നീളം എന്ന് പറയുന്നത് 1600 കിലോമീറ്റർ ആണ്. ഇനി വീതി 100 കിലോമീറ്റർ. ഇനി അടുത്തതിൻ്റെ ഉയരം അത് 1200 മീറ്റർ ആണ്. അപ്പം അതിൻ്റെ നീളവും വീതിയും ഉയരം ഞാൻ പറഞ്ഞു. സ്ഥിതി ചെയ്യുന്നത് താപ്തി നദീമുഖം മുതൽ കന്യാകുമാരി വരെ. ഇന്ത്യൻ ഉപദ്വീപിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്ന പർവ്വതനിരയാണ് പശ്ചിമഘട്ടം. അപ്പോൾ പശ്ചിമഘട്ടം ഇന്ത്യൻ ഉപദ്വീപിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ്. ഇനി നമുക്ക് ഈ പശ്ചിമഘട്ടം കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 6 ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെയാണ് ഈ പശ്ചിമഘട്ടം കടന്നു പോകുന്നത്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, കർണാടക, കേരളം, ഗോവ, തമിഴ്നാട്. ഇങ്ങനെ 6 ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെയാണ് ഈ പശ്ചിമഘട്ടം കടന്നു പോകുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു താപ്തി നദീമുഖം മുതൽ കന്യാകുമാരി വരെ. ഇന്ത്യയിലെ 6 സംസ്ഥാനങ്ങളായ ഗുജറാത്ത്, മഹാരാഷ്ട്ര, കർണാടക, കേരളം, ഗോവ, തമിഴ്നാട് എന്നിവയിലാണ് ഈ പശ്ചിമഘട്ടം പരന്നു കിടക്കുന്നത്. ഞാൻ പറഞ്ഞു 6 ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ പശ്ചിമഘട്ടം കടന്നു പോകുന്നുണ്ടെന്ന്. ഇതിൽ പശ്ചിമഘട്ടം ഏറ്റവും കൂടുതൽ കടന്നു പോകുന്നത് കർണാടകത്തിലൂടെയാണ്. കർണാടക സംസ്ഥാനത്തിലൂടെയാണ് ഈ പശ്ചിമഘട്ട മലനിരകൾ ഏറ്റവും കൂടുതൽ കടന്നു പോകുന്നത്. അപ്പം ഞാൻ നേരത്തെ 6 സംസ്ഥാനങ്ങളിൽ കേരളത്തിനെ കൂടി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കേരളത്തിലെ ആലപ്പുഴ ജില്ലയിൽ ഈ പശ്ചിമഘട്ടം കടന്നു പോകുന്നില്ല. അപ്പോൾ പശ്ചിമഘട്ടം കടന്നു പോകാത്ത കേരളത്തിലെ ഒരു ജില്ലയാണ് ആലപ്പുഴ. ഞാൻ ആദ്യം ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു ഇന്ത്യൻ ഉപദ്വീപിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് ഈ പശ്ചിമഘട്ട മലനിരകൾ കാണപ്പെടുന്നതെന്ന്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് പശ്ചിമഘട്ടം പടിഞ്ഞാറ് ഭാഗത്തായിരിക്കും. എന്നാൽ കേരളത്തിലോട്ട് വന്നാൽ കേരളത്തിനെ സംബന്ധിച്ച് പശ്ചിമഘട്ടം സ്ഥിതി ചെയ്യുന്നത് കിഴക്ക് ഭാഗത്താണ്. ഈ ചോദ്യം അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ കേരളത്തിനെ സംബന്ധിച്ച് പശ്ചിമഘട്ടം സ്ഥിതി ചെയ്യുന്നത് കിഴക്കാണ്. ഇന്ത്യയെ സംബന്ധിച്ച് പശ്ചിമഘട്ടം സ്ഥിതി ചെയ്യുന്നത് പടിഞ്ഞാറ്. അതായത് കേരളത്തിൻ്റെ കിഴക്കേ അതിർത്തിയാണ് ഈ പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. ഈ പശ്ചിമഘട്ടത്തെ ചില സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത പേരുകളിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ മഹാരാഷ്ട്രയിലും ഗോവയിലും പശ്ചിമഘട്ടത്തെ അറിയപ്പെടുന്നത് സഹ്യാദ്രി എന്നാണ്. അപ്പോൾ മഹാരാഷ്ട്രയിലും ഗോവയിലും പശ്ചിമഘട്ടത്തെ അറിയപ്പെടുന്നത് സഹ്യാദ്രി. ഇനി കേരളത്തിൽ പശ്ചിമഘട്ടത്തെ അറിയപ്പെടുന്നത് സഹ്യപർവ്വതം എന്നാണ്. കേരളത്തിൽ സഹ്യപർവ്വതമെന്നും മഹാരാഷ്ട്രയിലും ഗോവയിലും സഹ്യാദ്രി എന്നുമാണ്. അപ്പോൾ പശ്ചിമഘട്ടത്തിൻ്റെ മറ്റ് 2 പേരുകളാണ് സഹ്യാദ്രിയും സഹ്യപർവ്വതവും. ഇനി മലയാളത്തിലെ ഒരു പ്രസിദ്ധനായ എഴുത്തുകാരനായ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ ഒരു കൃതിയാണ് സഹ്യൻ്റെ മകൻ എന്നത്. അപ്പോൾ ഈ സഹ്യൻ്റെ മകൻ എന്നറിയപ്പെടുന്ന ജീവി ഏതാണ്? അതാണ് ആന. അപ്പോൾ ഈ കൃതി ഒന്ന് ഓർത്തു വെക്കുക. സഹ്യൻ്റെ മകൻ എന്ന കൃതി രചിച്ചത് വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ്. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ കൃതിയാണ് അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ. ഈ കൃതി രചിച്ചത് VS അച്യുതാനന്ദനാണ്. മുൻ കേരള മുഖ്യമന്ത്രി ആയിരുന്ന VS അച്യുതാനന്ദനാണ് അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ എന്ന കൃതി രചിച്ചത്. പശ്ചിമഘട്ടത്തിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്നത് നീലക്കുറിഞ്ഞിയാണ്. അപ്പോൾ ഈ നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമമാണ് സ്ട്രോബിലാന്തസ് കുന്തിയാന. പശ്ചിമഘട്ടത്തിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്നത് നീലക്കുറിഞ്ഞി. അത് ആ ബ്ലൂ കളറിലെ പൂവാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. ഇനി ഇതിൻ്റെ ശാസ്ത്രീയ നാമമാണ് സ്ട്രോബിലാന്തസ് കുന്തിയാന. ഇനി ഞാൻ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഡേറ്റ് ആണ്. പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം അത് 2012 ജൂലൈ 1-നാണ്. 2012 ജൂലൈ 1-ന് പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി. ഇനി ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് പശ്ചിമഘട്ടത്തിലെ 39 കേന്ദ്രങ്ങളെയാണ്. ഈ 39 കേന്ദ്രങ്ങളിൽ 20 എണ്ണം വരുന്നത് കേരളത്തിലാണ്. 2 പ്രധാനപ്പെട്ട കമ്മിറ്റികളാണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയും കസ്തൂരി രംഗൻ കമ്മിറ്റിയും.
ഇവ പശ്ചിമഘട്ടത്തെക്കുറിച്ച് പഠിക്കാൻ നിയമിച്ച 2 കമ്മിറ്റികളാണ്. ഇതിങ്ങനെ ചോദിക്കാറുണ്ട്. പശ്ചിമഘട്ടത്തെക്കുറിച്ച് പഠിക്കാൻ നിയമിച്ച പ്രധാനപ്പെട്ട 2 കമ്മിറ്റികൾ ഏതാണെന്ന്. അതാണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയും കസ്തൂരി രംഗൻ കമ്മിറ്റിയും. ഇനി ഈ കമ്മിറ്റികൾ എപ്പോഴാണ് അവരുടെ റിപ്പോർട്ട് സമർപ്പിച്ചതെന്ന് നോക്കാം. 2011 ഓഗസ്റ്റ് 31 മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇനി 2013 ഏപ്രിൽ 15 കസ്തൂരി രംഗൻ കമ്മിറ്റി അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചത്. അപ്പോൾ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത് 2011 ഓഗസ്റ്റ് 31 ഈ കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത് 2013 ഏപ്രിൽ 15. അപ്പോൾ ഈ മാധവ് ഗാഡ്ഗിലിനെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് ടെയ്ലർ സമ്മാനം ആദ്യമായി ലഭിച്ച ഇന്ത്യക്കാരൻ. അപ്പോൾ ഈ ടെയ്ലർ സമ്മാനം എന്തിനാണ് കൊടുക്കുന്നത്? പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ലോകത്തിൽ നൽകുന്ന ഒരു പുരസ്കാരമാണ് ടെയ്ലർ പുരസ്കാരം. അതായത് യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയാണ് ഇത് നൽകുന്നത്. അപ്പോൾ ഈ ടെയ്ലർ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരിൽ 2ാമത്തെ ആളാണ് ഈ മാധവ് ഗാഡ്ഗിൽ. അപ്പോൾ ഈ ടൈലർ സമ്മാനം കിട്ടിയ മറ്റൊരു ഇന്ത്യക്കാരൻ ആരാണ്? ഇത് MS സ്വാമിനാഥൻ. ഡോക്ടർ MS സ്വാമിനാഥനും മാധവ് ഗാഡ്ഗിലിനുമാണ് ഈ ടൈലർ പുരസ്കാരം ലഭിച്ചത്. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ലോകത്തിൽ നൽകുന്ന ഒരു പുരസ്കാരമാണ് ടൈലർ പുരസ്കാരം. അതൊന്ന് ഓർത്തു വെക്കാം. പശ്ചിമഘട്ടത്തിൽ ഒരുപാട് സുഖവാസ കേന്ദ്രങ്ങളുണ്ട്. അതിൻ്റെ പേരെല്ലാം നോക്കാം നമുക്ക്. ആദ്യം നമുക്ക് ഗുജറാത്തിലുള്ളത് നോക്കാം. അതാണ് സപുതാര. പാമ്പുകളുടെ വാസസ്ഥലം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഗുജറാത്തിലുള്ള സുഖവാസ കേന്ദ്രമാണ് സപുതാര. അടുത്തത് മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലെ 2 പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രങ്ങളാണ് മഹാബലേശ്വറും അംബോളിയും. ഈ അംബോളി ഘട്ടെല്ലാം എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇനി അടുത്തത് കർണാടക. കർണാടകയിൽ ചിക്കുമാംഗ്ലൂർ, കൊമ്മനഗുഡി, കൃഷ്ണഗുഡി, കൊടക്, അഗുംബെ. ഇതാണ് കർണാടകത്തിലെ പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രങ്ങൾ. ഇനി അടുത്ത് തമിഴ്നാട്. തമിഴ്നാട്ടിലെ കൊടൈക്കനാൽ, കോട്ടഗിരി, അങ്ങനെ 2 സ്ഥലങ്ങൾ. ഇനി അടുത്ത് കേരളത്തിലെ മൂന്നാർ, നെല്ലിയാമ്പതി, റാണിപുരം. അപ്പോൾ ഇത്രയാണ് പശ്ചിമഘട്ടത്തിലെ പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രങ്ങൾ. അത് ഒന്ന് ഓർത്തു വെച്ചാൽ മതി, ഇത് പശ്ചിമഘട്ടത്തിൽ തന്നെ വരുന്നതാണെന്ന്. കേരളത്തിൻ്റെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ലക്കടി. കേരളത്തിൻ്റെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ലക്കടി. ഇനി പാവങ്ങളുടെ ഊട്ടി, അത് നെല്ലിയാമ്പതി. പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്നതാണ് നെല്ലിയാമ്പതി. ഇനി ഞാൻ പറയുന്നത് PSC സ്ഥിരമായി ചോദിക്കുന്നൊരു ചോദ്യമാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ കൊടുമുടി, അതാണ് ആനമുടി. ഈ ആനമുടി സ്ഥിതി ചെയ്യുന്നത് പശ്ചിമഘട്ടത്തിലാണ്. 2695 മീറ്ററാണ് ആനമുടിയുടെ ഉയരം. ഇത് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലെ മൂന്നാർ പഞ്ചായത്തിലെ ഇരവികുളം എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇതൊന്നും പഠിക്കേണ്ട കാര്യമില്ല, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇടുക്കി ജില്ലയിലാണെന്ന് മാത്രം ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇടുക്കി ജില്ലയിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് ആനമുടി. ഇനി പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേ അറ്റത്ത് കാണപ്പെടുന്ന കൊടുമുടി, അത് അഗസ്ത്യമല. പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേ അറ്റത്ത് കാണപ്പെടുന്ന കൊടുമുടിയാണ് അഗസ്ത്യമല. അപ്പോൾ തെക്കേ അറ്റം എന്ന് പറയുമ്പോൾ എന്തായാലും അത് തിരുവനന്തപുരം ആയിരിക്കും. അപ്പോൾ തിരുവനന്തപുരത്തെ നെടുമങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ അഗസ്ത്യമല സ്ഥിതി ചെയ്യുന്നത്. ഇനി അഗസ്ത്യമലയുടെ ഉയരം എന്ന് പറയുന്നത് 1868 മീറ്ററാണ്. 1868 മീറ്ററാണ് അഗസ്ത്യമലയുടെ ഉയരം. അഗസ്ത്യമലയെ 2001 ബയോസ്ഫിയർ റിസർവായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അഗസ്ത്യമലയെ ബയോസ്ഫിയർ റിസർവായിട്ട് പ്രഖ്യാപിച്ചത് 2001. പശ്ചിമഘട്ടത്തിൽ ആകെ മൊത്തം 16 ചുരങ്ങളാണുള്ളത്. ഇതിൽ ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം. പശ്ചിമഘട്ടത്തിൽ മൊത്തം 16 ചുരങ്ങളാണുള്ളത്. ഈ 16 ചുരങ്ങളിൽ ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം. ഈ പാലക്കാട് ചുരം പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും തമ്മിലാണ് പാലക്കാട് ചുരം ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയും പോയിന്റ്സാണ് നമുക്ക് പശ്ചിമഘട്ടത്തിനെ കുറിച്ച് പ്രധാനപ്പെട്ടതായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇനി പൂർവ്വഘട്ടം നോക്കാം. മഹാനദി താഴ്വര മുതൽ നീലഗിരി വരെ പരന്നു കിടക്കുന്ന പർവ്വതനിരയാണ് പൂർവ്വഘട്ടം. അപ്പോൾ പൂർവ്വഘട്ടം എവിടെ മുതൽ എവിടെ വരെയാണ്? മഹാനദി താഴ്വര മുതൽ നീലഗിരി വരെ. ഇനി പൂർവ്വഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ നോക്കാം. ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, കർണാടക, തമിഴ്നാട് എന്നിങ്ങനെ 5 സംസ്ഥാനങ്ങളിലൂടെയാണ് ഈ പൂർവ്വഘട്ടം കടന്നു പോകുന്നത്. നമ്മൾ നേരത്തെ പശ്ചിമഘട്ടം പറയുമ്പോൾ 6 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പൂർവ്വഘട്ടം 5 സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഒഡീഷ,
ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, കർണാടക, തമിഴ്നാട്. ഇനി ഈ 5 സംസ്ഥാനങ്ങളിൽ പൂർവ്വഘട്ടം ഏറ്റവും കൂടുതൽ കടന്നു പോകുന്നത് ആന്ധ്രാപ്രദേശിലൂടെയാണ്. അതതിൻ്റെ പിക്ചർ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ പൂർവ്വഘട്ടം ഏറ്റവും കൂടുതൽ കടന്നു പോകുന്നത് ആന്ധ്രാപ്രദേശിലൂടെയാണ്. പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആന്ധ്രാപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന ജിന്താങ്കട. അപ്പോൾ പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ജിന്താങ്കട. ഇനി ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി അതാണ് മഹേന്ദ്രഗിരി കുന്നുകൾ. ഇത് തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പശ്ചിമഘട്ടം പറയുമ്പോൾ പറഞ്ഞു പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ആ 2 കൊടുമുടികളും, അതായത് ഈ പൂർവ്വഘട്ടത്തിലെയും പശ്ചിമഘട്ടത്തിലെയും കൊടുമുടികൾ പഠിക്കണം. ഇനി നമ്മൾ പറഞ്ഞ ജിന്താങ്കടയുടെ ഉയരം എന്ന് പറയുന്നത് 1690 മീറ്ററാണ്. ഇനി മഹേന്ദ്രഗിരി കുന്നുകൾ 1654 മീറ്റർ. അപ്പോൾ ഇങ്ങനെയാണ് പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ 2 പ്രധാനപ്പെട്ട കൊടുമുടികൾ. അടുത്ത് ഞാൻ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിൻ്റാണ്. എന്താണെന്ന് വെച്ചാൽ പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും കൂടിച്ചേരുന്ന സ്ഥലം അതാണ് നീലഗിരി. ഇത് റിപ്പീറ്റഡായി PSC ചോദിക്കുന്ന ചോദ്യമാണ്. ഈ പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും കൂടിച്ചേരുന്ന സ്ഥലം അതാണ് നീലഗിരി. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് കൂടിയാണ് ഈ നീലഗിരി. അപ്പോൾ പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും കൂടിച്ചേരുന്ന സ്ഥലമായ നീലഗിരിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും വേഗത കുറഞ്ഞ ട്രെയിൻ അതാണ് നീലഗിരി മൗണ്ടൻ റെയിൽവേ. അതിൻ്റെ ഒരു ഫോട്ടോ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വേഗത കുറഞ്ഞ ട്രെയിനാണ് നീലഗിരി മൗണ്ടൻ റെയിൽവേ. നീലഗിരി കുന്നുകളുടെ റാണി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഊട്ടി. അപ്പോൾ ഊട്ടീനെ അറിയപ്പെടുന്ന വിശേഷണമാണ് നീലഗിരി കുന്നുകളുടെ റാണി. ഈ നീലഗിരി കുന്നുകളിൽ ഒരു ആദിവാസി വിഭാഗത്തിനെ കാണപ്പെടാറുണ്ട്. അതാണ് തോഡർ. അപ്പോൾ നീലഗിരി കുന്നുകളിൽ കാണപ്പെടുന്ന ആദിവാസി വിഭാഗമാണ് തോഡർ. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട പൂർവ്വഘട്ടത്തെക്കുറിച്ചും പശ്ചിമഘട്ടത്തെക്കുറിച്ചും പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു ഈ താപ്തി നദീമുഖം മുതൽ കന്യാകുമാരി വരെ പരന്നു കിടക്കുന്ന പർവ്വതനിരയാണ് പശ്ചിമഘട്ടം. അതേപോലെ മഹാനദി താഴ്വര മുതൽ നീലഗിരി വരെ പരന്നു കിടക്കുന്ന പ്രദേശമാണ് ഈ പൂർവ്വഘട്ടം എന്നറിയപ്പെടുന്നത്. ഇതാണ് 2 സ്ഥാനങ്ങൾ പറയുന്നത്. ഇനി സംസ്ഥാനങ്ങൾ. ഈ പശ്ചിമഘട്ടം കടന്നു പോകുന്ന 6 സംസ്ഥാനങ്ങൾ പറഞ്ഞു, പൂർവ്വഘട്ടം കടന്നു പോകുന്ന 5 സംസ്ഥാനങ്ങൾ പറഞ്ഞു. ഇതിൽ ഈ തമിഴ്നാടും കർണാടകയും പൂർവ്വഘട്ടവും കടന്നു പോകുന്നുണ്ട്, പശ്ചിമഘട്ടത്തിൻ്റെ ചെറിയ ഭാഗം കടന്നു പോകുന്നുണ്ട്. അതാണ് ഈ 2 ഭാഗത്തിലും ഈ 2 സംസ്ഥാനങ്ങൾ തമിഴ്നാടും കർണാടകയും ഉൾപ്പെട്ടത്. ഇനി ഈ 2 പശ്ചിമഘട്ടത്തിലെയും പൂർവ്വഘട്ടത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട കൊടുമുടികൾ, അതായത് ഏറ്റവും ഉയരം കൂടിയ 2 കൊടുമുടികൾ നമ്മൾ പറഞ്ഞു. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഇനി പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ജിന്താങ്കട. ഇത് സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ്. ഇനി പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള 2ാമത്തെ കൊടുമുടിയാണ് മഹേന്ദ്രഗിരി കുന്നുകൾ. ഇത് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. ഇനി പശ്ചിമഘട്ടം പൂർവ്വഘട്ടവും കൂടിച്ചേരുന്ന സ്ഥലമാണ് നീലഗിരി. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പൂർവ്വഘട്ടത്തെക്കുറിച്ചും പശ്ചിമഘട്ടത്തെക്കുറിച്ചും പറയാനുള്ള പോയിൻറ്റ്സും. അപ്പോൾ എല്ലാവരും ഇത് മൊത്തം പഠിച്ചിട്ട് പോവുക. എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് പോയിൻറ്റ്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വളരെ എളുപ്പമുള്ള പോയിൻറ്റ്സ് കൂടിയാണത്. ഇത് PSC പരീക്ഷകളിൽ എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങൾ കൂടിയാണ്.